എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മധുരമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മൈദയൊക്കെ കയ്യിലുള്ളവർ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഏകദേശം നമ്മൾ പാൽക്കോവയ്ക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാനിലോട്ട് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ 3-4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി. പക്ഷേ നെയ്യ് ചെയ്യുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും ഈ ഒരു റെസിപ്പിക്ക്. അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമ്മൾ ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് 1 കപ്പ് അളവിൽ മൈദ നമുക്ക് ഈ ചൂടായ നെയ്യിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ അളന്നിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പോളം വരുന്ന മൈദ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൈദ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു മൈദയുടെ പച്ചമണവും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഈ ഒരു മൈദയുടെ കളറ് അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ചൂടോടുകൂടി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കാം. ഇനി ഈ ഒരു ചൂടോടുകൂടിയുള്ള മൈദയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇടുന്നത് തീർത്തും ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് ഇട്ട് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി നമുക്ക് ഈ ഒരു ചൂടായ മൈദയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 കപ്പ് അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഈ ഒരു ചൂടുള്ള മൈദയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ആ ഒരു മൈദയുടെ ചൂട് കാരണം നമ്മുടെ ആ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈദയ്ക്ക് നല്ല ചൂടുണ്ടാവണം എന്ന് തന്നെ പ്രത്യേകം ഒന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മൈദയ്ക്ക് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് പ്രയാസമായിരിക്കും. എന്നാലും കുറച്ചായിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. ആ ഒരു പഞ്ചസാരയൊക്കെ കറക്റ്റായിട്ട് ഉരുകി കറക്റ്റ് ഇത് ഈ ഒരു ലെവലിലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കേണ്ട. ഇച്ചിരി കട്ടിക്കോട് കൂടി വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പരത്തി എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് സമയത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പാൽക്കോവയുടെ ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ പാൽക്കോവ റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ്. ബൈ ബൈ.